എപ്പോഴും ഹാപ്പി ന്യൂസ് ആയിട്ട് വരുന്നല്ലേ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റൽ കേസ് തന്നെ. ഒരാൾക്ക് പോകുമ്പോൾ ഒരാൾക്ക് ഇന്ന് മോന് കളിക്കുന്നതിൻ്റെ ഇടയിൽ വീണിട്ട് ചെവിക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ടായി. ഇത് 4-5 സ്റ്റിച്ചെല്ലാം വന്ന് കുമ്പിളിൽ കൊണ്ടുപോയിട്ട് മെഡിക്കലായിട്ട് കാസർഗോഡ് CMS ചെറുക്കള CM ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്ന് ഭയങ്കര ബേജാറിൻ്റെ വിഷയം. അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്നിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ എന്തൊരു മൂടുണ്ടായിട്ടാണ്. ആക്ച്വലി ഞാൻ ബ്രെഡ് കൊണ്ടുവരാന്നിട്ട് അങ്ങനെ ജാം ഉണ്ടായി. ഞാൻ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായി ഡ്രാഗൺ ഫ്രൂട്ട് ഹെൽത്ത് ജാം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കാസർഗോഡ് തന്നെ ഇത് ഒളിവാറുന്ന സ്ഥലത്തില്ലേ ഒരെന്നെ പുരയിൽ പൊടിച്ച ഡ്രാഗൺ ഫ്രൂട്ടല്ല. അപ്പോൾ അതിൽ കണ്ടിട്ട് നമുക്ക് ഭയങ്കര അതിശയായി. നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുമ്പോൾ അതൊരു മേങ്ങിയില്ലെങ്കിൽ ഒരു ഇതല്ലേ എന്നിട്ടില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മേങ്ങിയിട്ട് നോക്കി. ആ മക്കളെ പൊള്ളി സാധനവേ. നമ്മളെ പിള്ളമാർക്കെല്ലാം പിന്നെ ജാമ ഭയങ്കര ഇഷ്ടമല്ല. അത് പിന്നെ ഷോപ്പിൽ നിന്നാലും മേങ്ങിട്ടോട്ട് നമുക്കൊരു ടെൻഷനാണെന്നില്ലേ. അതെല്ലാം ആക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ ഇത് എന്ത് ഇടുന്നത് നമുക്കൊരു ടെൻഷന്. പക്ഷേ ഇത് പുരയിൽ തന്നെ ആക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു എന്താ അതിശയായിപ്പോയി. പാക്കിംഗ് ഒക്കെ ഭയങ്കര വെൽ പാക്കിങ് ആക്കിയിട്ടുള്ളത്. ജാമ് മാത്രമല്ല അതിൻ്റെ ഒക്കെ തന്നെ മറ്റേ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ടായി. ഇത് ജ്യൂസെല്ലാം ആക്കുന്ന ക്രഷിലെ ആരെങ്കിലും വന്നെങ്കിൽ അത് പാലിടിച്ചിട്ട് കുടിക്കണം മക്കളെ. തണുത്ത കട്ട പാലിട്ടിട്ട് ആ മക്കളെ വേറെന്നൊരു വൈബ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റാ പേജിട്ട് ടാഗ് ആക്കാം, കോൺടാക്ട് നമ്പറും കൊടുക്കാം. ഇവിടെ കാസർഗോഡുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ പോയിട്ട് മേങ്ങും. നിങ്ങൾ അങ്ങനെ മേങ്ങാം. ഫ്രഷ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഒരാടെ സെയിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ആക്കി നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.